മാഷേ, മാഷ് ഉറങ്ങിയോ? ഉറങ്ങാൻ പറ്റുന്നില്ല മാഷേ. ഈ മരുഭൂമിയുടെ ചൂടിൽ തനിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട ഓർമ്മകളും സങ്കടങ്ങളും എല്ലാം മനസ്സിനിങ്ങനെ വന്ന് പൊതിഞ്ഞുകൊണ്ടിരിക്കുക. ഓർമ്മകളിൽ നിന്ന് ഒരു മോചനം ഒരിക്കലും ഉണ്ടാക്കരുതെന്ന് തോന്നും. ചിലപ്പോൾ തോന്നും എല്ലാം മറന്നിട്ട് എന്നാ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമെന്ന്. കുറേ സ്വപ്നങ്ങളും കൊണ്ടാണ് മാഷേ ഈ മരുഭൂമിയിലേക്ക് വണ്ടി കയറിയത്. ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹിച്ച സ്വപ്നങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കണം. കുറച്ച് നാൾ ഞാൻ എല്ലാം നേടി എന്നൊരു സ്വപ്നത്തോടുകൂടി, അന്നൊരു ചിന്തയോടുകൂടി കുറച്ച് നാൾ ജീവിക്കണം. എന്നിട്ട് പിന്നെ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞാലും യാതൊരു സങ്കടവുമില്ല മാഷേ. ഹാപ്പിയായിട്ട് തിരിച്ചു പോകായിരുന്നു. ഓരോ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ല മാഷേ? ഞാൻ എന്നെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ മാത്രം വലുതായി കാണുന്നത്. എന്നെക്കാളും ഏറ്റവും കഷ്ടപ്പെടുന്നവർ വേറെ എത്രയോ പേരുണ്ട്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ദൈവം ഈശ്വരൻ സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. മാഷിനറിയോ ഒരാളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ഏതാന്ന്? ചിലർ പറയും അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലമാണെന്ന്. മറ്റു ചിലർ പറയും കൂട്ടുകാരുടെ കൂടെ കളിച്ച് നടന്ന ആ നിമിഷങ്ങളാണെന്ന്. മറ്റു ചിലർക്കോ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് സന്ദർശിച്ച നാടുകളും ബന്ധുവീടുകളും ആ നിമിഷങ്ങളാണെന്ന്. പക്ഷെങ്കിൽ ഭൂരിഭാഗം ആളുകളും പറയുക അവർക്കുടെ സ്കൂൾ ജീവിതമാണെന്നാ. ഞാനും അങ്ങനെയാണ് പറയാം മാഷേ. കാരണം ആ വയലിൻ്റെ നടുക്ക് ആകെ 2 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും, മറ്റൊരു കുഞ്ഞു വീട്ടിൽ ചേട്ടനും ചേച്ചിമാരും അനിയത്തിമാരും അടങ്ങിയ എൻ്റെ ഒരു കുഞ്ഞു വീട്. ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും തന്നെയില്ല. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും പിന്നാലെ ഓടി നടന്ന കുറേ പാടങ്ങളും പറമ്പുകളും കല്ലെറിഞ്ഞ കുറേ മാവും പേരമരവും ഇതൊക്കെ തന്നെയുള്ളൂ മനസ്സിൽ മൊത്തം. കൂട്ടുകാരെന്ന് പറയാൻ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്കൂളിൽ ചേർന്ന സമയത്താണ് കുറേ കുട്ടികളെ കാണുന്നത്. എങ്കിലും അങ്ങനെ ആത്മബന്ധം എന്ന് പറയാൻ മാതിരി ആരെയും കിട്ടില്ല മാഷേ. ഞാനങ്ങനെ പെട്ടെന്നൊന്നും കൂട്ടുകൂടുന്ന ടൈപ്പൊന്നല്ല. പക്ഷെങ്കിൽ കൂട്ടുകൂടിയ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ അവരിന്നും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയുണ്ടാവും, ഒരിക്കലും ഇറക്കി വിടാതെ.